നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലേഡീസ് ബാൻഡിൽ തിങ്കളാഴ്ച ആരോഗ്യമാണ് വിഷയം. ഇന്ന് കുട്ടികളിലെ ആസ്മയും അലർജിയും സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അന്തരീക്ഷവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ആന്തരിക അവയവമാണ് നമ്മുടെ എല്ലാം ശ്വാസകോശം. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന പല രോഗാണുക്കളും നേരിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലുള്ളതും ശ്വാസകോശത്തിലാണ്. ഇന്ന് കുട്ടികളിൽ ആസ്മയും അലർജിയും വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാം. ആസ്മയും അലർജിയും ആസ്മയ്ക്കും അലർജിക്കും ഒരു ശാശ്വത പരിഹാരം ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ തേടുന്നത്. എങ്ങനെ ഈ രോഗത്തെ പ്രതിരോധിക്കാം എന്നും നോക്കാം. എനിക്കൊപ്പം നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി ചേരുന്നത് തിരുവനന്തപുരം SP മെഡിഫോർട്ട് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യനായ ഡോക്ടർ വിദ്യ വിമലാണ്. സ്വാഗതം ഡോക്ടർ ലേഡീസ് ബാൻഡിലേക്ക്. പ്രേക്ഷകർക്കും സംശയങ്ങൾ ചോദിക്കാം. അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ഈ കുട്ടികളിൽ ഈ വർദ്ധിച്ചു വരുന്ന ആസ്മയും അലർജിയും ഇപ്പോൾ ഒരുപാട് കേസുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രധാനമായും ഈ ആസ്മ രോഗം അല്ലെങ്കിൽ അലർജി കൂടുതലാകാനുള്ള ഒരു സാഹചര്യം എന്താണ് ഇപ്പോൾ? നമുക്കറിയാം, നമ്മുടെ സാഹചര്യം മാറി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ട്. കാലാവസ്ഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് മഴയാണെങ്കിൽ നാളെ ചൂടായിരിക്കും. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കൊപ്പം തന്നെ എൻവയോൺമെന്റ് പൊല്യൂഷൻ വലിയ ഫാക്ടറാണ്. പണ്ടുള്ളവർ പറയാറില്ലേ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന്. അപ്പം നമ്മുടെ മലിനീകരണം എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എൻവയോൺമെന്റ് പൊല്യൂഷനാണ്. നേച്ചറിനോട് അടുത്ത് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഒരു വലിയ ഉത്തരവാദിത്തമാണ്. പക്ഷേ നമുക്കത് സാധിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കുട്ടികളുടെ മാത്രമല്ല, മുതിർന്നവരുടെ കാര്യത്തിലും ഈ ഒരു പ്രശ്നമുണ്ട്. കാരണം മുതിർന്നവരിലും ആസ്മ ശല്യം ചെയ്യുന്നുണ്ട്. കുട്ടികളിൽ നമ്മൾ കൂടുതലായി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികളുടെ ആരോഗ്യത്തിൽ നമ്മളെല്ലാം തന്നെ ടെൻഷനുള്ളവരാണ്. ചുമ മാറുന്നില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണും. പക്ഷെ മുതിർന്നവരാണെങ്കിലോ ഒരു കഫ് സിറപ്പ് കഴിച്ച് അല്ലെങ്കിൽ അത് വിട്ടുമാറാതെ നിന്ന് 1-2 മാസം ആകുമ്പോഴായിരിക്കും നമ്മൾ ഡോക്ടറെ കാണുകയും ഡോക്ടർ ഒരു ഒടുവിൽ അത് അലർജിയാണ് അല്ലെങ്കിൽ ആസ്മയാണ് എന്ന് നമ്മളോട് പറയുകയും ചെയ്യുന്നു. അപ്പം എൻവയോൺമെന്റ് പൊല്യൂഷനൊപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ എത്രത്തോളം അതിന് സുരക്ഷിതമായ ഒരു ഭക്ഷണമാണ്, പ്യുവറായ ഭക്ഷണം, പരിശുദ്ധമായ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെന്ന് നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കേണ്ടത് ഇപ്പോൾ വളരെ ആവശ്യമുള്ള കാര്യമാണ്. തീർച്ചയായും. ഡോക്ടർ, ഈ അലർജിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരേ സാഹചര്യത്തിലേക്ക് കൂടെ കടന്നു പോകുന്ന കുറേ കുട്ടികളെ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈ അലർജി ഉണ്ടാകുന്നില്ല. ഇത് ഭക്ഷണത്തോടാണെങ്കിലും പൊടിയോടാണെങ്കിലും മഞ്ഞിനോടാണെങ്കിലും ഒക്കെയുള്ള ഈ അലർജി എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. ഈ ചില കുട്ടികളിൽ മാത്രം ഈ ഒരു രോഗാവസ്ഥ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്താണ്? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അലർജി ഇല്ല, പക്ഷെ കുട്ടിക്ക് അലർജി ഉണ്ടാവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും ഇല്ല എങ്കിൽ പോലും നമ്മുടെ ജനിതകമായ ഫാക്ടേഴ്സ്, ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ് അച്ഛനും അമ്മയും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ജീൻസിനൊപ്പം തന്നെ നമ്മുടെ അച്ഛൻ്റെ സഹോദരങ്ങളും അതുപോലെ തന്നെ അമ്മയുടെ സഹോദരങ്ങളും നമ്മൾ ഫാമിലി ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അമ്മമ്മയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പലരോട് ചോദിക്കുകയാണെങ്കിൽ പറയാം നമ്മൾ ഒരുമിച്ചല്ലല്ലോ ജീവിക്കുന്നത് എന്ന് ചോദിക്കും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് താമസിക്കണമെന്നില്ല. ദാറ്റ് ഈസ് നമ്മുടെ ജനറ്റിക് മേക്കപ്പിൽ നമ്മൾ ആ ഒരു അസുഖത്തിന് വരാൻ സാധ്യതയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അതുപോലെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 40% വേൾഡ് പോപ്പുലേഷനിൽ തന്നെ അലർജിക്കാന്നാണ് പറയുന്നത്. 30%-ത്തിലധികം പേർക്ക് അലർജി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൂനിന്മേൽ കുരു പോലെ എൻവയോൺമെന്റ് പൊല്യൂഷൻ കൂടെ വരുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, ഭക്ഷണത്തിൻ്റെ മലിനീകരണം എല്ലാം തന്നെ കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ഒരു അച്ഛനും അമ്മയ്ക്കും ഇല്ലെങ്കിൽ പോലും ആ കുട്ടി അതിന് വൾണറബിൾ ആണെങ്കിൽ കിട്ടാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ അലർജി വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ ന്യൂ ബോൺ പീരീഡിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പാലിന് അലർജി വളരെ കോമൺ ആയി കാണുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പൊടിപ്പാലിന് അലർജി, ഒരു ഫോമിലേക്കും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള കുഞ്ഞുങ്ങളും വന്ന് കാണാറുണ്ട്. കാരണം മിൽക്ക് പ്രോട്ടീൻ അലർജി, ഉദ്ദേശിച്ചത് മിൽക്ക് പ്രോട്ടീനാണ്, മിൽക്ക് പ്രോട്ടീനുള്ള അലർജി. അപ്പോൾ അത് നമ്മൾ കുഞ്ഞുനാൾ, അതായത് ന്യൂ ബോൺ പീരീഡ് മുതൽ കുഞ്ഞിന് വരുന്ന അലർജി എന്ന് പറയുന്നത് വളരെ കോമൺ ആയി കാണുന്നതാണ് പാലിൻ്റെ അലർജി എന്ന് പറയുന്നത്. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളിലും കാണാം. നേരത്തെ പറഞ്ഞത് മുലപ്പാൽ കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങളിൽ പോലും ഇത് വളരെ കോമൺ ആണ്. പ്രസന്റ് ചെയ്യുന്ന പലപ്പോഴും മലത്തിൽ രക്തത്തിൻ്റെ അംശം കാണുന്നു, വയറിളക്കം കാണുന്നു, ദേഹത്ത് ചുവന്ന റാഷുകൾ കാണുന്നു. മാറാതെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് പേരൻസ് ഡോക്ടറെ കാണുകയും അപ്പോൾ നമ്മൾ ഈ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പറയും പശുവും പാലൊക്കെ അമ്മ കുടിക്കുന്നതെന്ന് ഒഴിവാക്കി നോക്കുക, അല്ലെങ്കിൽ ഫോമുല മിൽക്കിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. ചിലപ്പം ഒരു കാരണവും ഇല്ലാതെ കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ഇല്ലാതെ വിളർച്ചയായിട്ടൊക്കെ വരുന്ന കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ മിൽക്ക് പ്രോട്ടീൻ അലർജി കാണാറുണ്ട്. തീർച്ചയായും. ഡോക്ടർ, നമുക്കപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. ബാബു ആണ് കിളിമാനൂരിൽ നിന്ന് വിളിക്കുന്നത്. ബാബു, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറയും. എന്റെ പേര് ബാബു. എന്റെ മോന് അലർജി ഉണ്ട്, അവന് ആസ്മ അലർജി ഉണ്ട്, എന്തെങ്കിലും കഴിച്ചാലും അലർജി ഉണ്ട്. ഇപ്പൊ SIT-യിലെ ചികിത്സയിലാണ്.
ഐസ്ക്രീം അങ്ങനെയുള്ളതൊന്നും കഴിച്ചില്ല. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവന്റെ ദേഹം മൊത്തവും നല്ല പൊക്കൽ ചൊറിച്ചിൽ വന്നു. അപ്പോഴത്തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഫുഡിന്റെ എന്തോ അലർജിയാണെന്ന് അവർ പറഞ്ഞ്. അവന് പ്രതിരോധ ശേഷി കുറവുണ്ട്. മനസ്സിലാവും. സാറ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ തടിച്ചു വന്നതെന്ന് സാറിന് മനസ്സിലായിരുന്നു? എന്തിന് എക്സ്പോഷർ വന്നപ്പോഴാണ്, എന്തിന് സാഹചര്യത്തിലാണ് തടിച്ചു വന്നതെന്ന് മനസ്സിലായിരുന്നു? ഡോക്ടർ പറഞ്ഞത്, ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് SIT തന്നെ ഡോക്ടറെ കാണിച്ചു. അതെന്തോ ഫുഡിൽ വന്ന അലർജിയാന്ന് പറഞ്ഞ് ഇഞ്ചക്ഷനും കൊടുത്ത് ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല, ചെറിയ വേരിയേഷൻ ഉണ്ട്. അപ്പൊ മുമ്പ് പോലെ അവന് കൊച്ചു പ്രായത്തിലേ ഉണ്ട് ഈ ആസ്മേരതും, ഇങ്ങനെ ശ്വാസം വിട്ട് വരികയും പിന്നെ ഇടയ്ക്ക് ചികിത്സ കൊടുക്കുകയും ഓക്സിജൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്ര പ്രായം കുഞ്ഞിന്? 6 വയസ്സുണ്ട്. 6 വയസ്സ്. ഈ മോന്റെ പ്രായം എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ആസ്മ അലർജി ആയിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടോ കുഞ്ഞ്? ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായും നല്ലൊരു കാര്യമാണ്. സാറി പറഞ്ഞ ചോദ്യത്തിൽ തന്നെ ഇപ്പൊ എന്താണ് കാരണമെന്ന് അറിയില്ല, പക്ഷെ അവൻ ആ ഇൻഹേലർ ഉപയോഗിക്കുന്നതുകൊണ്ട് അവന് വളരെയധികം അത് ഗുണകരമാണ്. കാരണം ചില കുട്ടികൾക്ക് ദേഹം തടിച്ചു വരിക മാത്രമല്ല, ശ്വാസം മുട്ടലൊക്കെ വരാം. അപ്പം എക്സ്പോഷർ എന്ത് ഫാക്ടേഴ്സ്, ഇപ്പോൾ പാലിന് അലർജി അല്ലെങ്കിൽ ഐസ്ക്രീമിന് അലർജി എന്ന് പറയുന്ന പോലെ മറ്റു ഭക്ഷണങ്ങൾക്കും കുഞ്ഞിന് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഭക്ഷണത്തിനുള്ള അലർജി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസകരമായ കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു അലർജി ഡയറി പോലെ, ഇപ്പോൾ സാറ് 6 വയസ്സുള്ള കുട്ടിയായതുകൊണ്ട് നമുക്ക് ഐസ്ക്രീം അല്ലെങ്കിൽ പാലിന് അലർജി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ചില ദിവസങ്ങൾ ഇങ്ങനെ ഈ ഒരു കുഞ്ഞിന് അലർജി ഉണ്ടായ ദിവസം കുഞ്ഞ് ചെയ്ത കാര്യങ്ങൾ അവനോട് ചോദിക്കുകയും, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയോ, അല്ലെങ്കിൽ പൊടിയെടുക്കുകയോ, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കളിക്കുകയോ, അല്ലെങ്കിൽ പുല്ലിനോട് എക്സ്പോഷർ വരികയോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ എന്ന് അവനോടോ ടീച്ചറോടോ ചോദിക്കുക. തുടർച്ചയായിട്ട് അത് ചോദിച്ചപ്പോ അവര് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും, എന്റെ അമ്മയ്ക്കും അമ്മയുടെ അമ്മയ്ക്കും എനിക്കും ഞങ്ങളെ സിസ്റ്റേഴ്സിനും ഒക്കെ ചില അലർജി, ചില ഈ ആസ്മര ചെറിയ പ്രശ്നമുള്ള ആൾക്കാർ ഫാമിലിയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ സാറ് ചെയ്യേണ്ട കാര്യം, ഇനി വരികയാണെങ്കിൽ അന്നത്തെ ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ എന്ത് കാര്യം കൊണ്ടാണ് അലർജി ഉണ്ടാകുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്. പക്ഷേ തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് വില കൂടിയ ടെസ്റ്റാണ്. അനാവശ്യമായിട്ട് അങ്ങനത്തെ ഒരു ടെസ്റ്റ് ഇപ്പോൾ ഉടനെ ചെയ്യേണ്ട കാര്യമില്ല. തുടർച്ചയായിട്ട് കുട്ടിക്ക് മാറാതിരിക്കുന്നു, നമുക്കത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നു, കുഞ്ഞിന് ജീവൻ അപകടം സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ വരുന്നു. അത്ര രീതിയിൽ ശ്വാസം മുട്ടൊക്കെ വരികയാണെങ്കിൽ മാത്രമേ തുടർച്ചയായിട്ട് ഇങ്ങനെ റാഷ് അല്ലെങ്കിൽ തടിപ്പുകൾ വരുന്നു, അസ്വസ്ഥതകൾ വരുന്നെങ്കിൽ ഡോക്ടറോട് സംസാരിച്ചിട്ട് SIT അതിനുള്ള സൗകര്യങ്ങളുണ്ട്, അപ്പോൾ അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് സാർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇൻഹേലർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉടനെ നിർത്താൻ പറ്റുകയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ ശേഷം കുഞ്ഞ് വളരുന്ന ഒരു 7 മുതൽ 10 വയസ്സിനുള്ളിൽ ഈ ബുദ്ധിമുട്ട് മാറുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ പ്രേക്ഷകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ അലർജി വരുന്നത്, എന്ത് പദാർത്ഥമാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യമാണ് ഈ അലർജിക്ക് ആകുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം, പ്രയാസമുള്ള കാര്യം. അപ്പോൾ ഇതിനിപ്പോൾ ഡോക്ടർ ആ ഒരു സംസാരത്തിൽ മെൻഷൻ ചെയ്തു ടെസ്റ്റുകളെ കുറിച്ച്, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമുക്ക് ബ്ലഡിൻ്റെ ടെസ്റ്റ് അതിന് അവൈലബിൾ ആണ്. ഫുഡ് ആൻഡ് ഇൻഹലേഷൻ അലർജി പാനൽ എന്ന് പറയും. ഒരു 50+ ഫുഡ് ഐറ്റംസും 50+ ഇൻഹലേഷണൽ ഐറ്റംസും ഒക്കെ ആയിട്ടുള്ള ടെസ്റ്റാണ് ഉള്ളത്. പിന്നെ അല്ലാതെ സ്കിൻ പ്രിക്ക് ടെസ്റ്റ്, തൊലിപ്പുറത്തുള്ള നമ്മൾ കുഞ്ഞിന് മരുന്നിൻ്റെ അലർജി പരിശോധിക്കുന്നത് പോലെ തന്നെ നമുക്ക് പരിശോധിക്കാൻ പറ്റും. പക്ഷേ ഇതിനുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളായതുകൊണ്ട് പലർക്കും അതൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ്, നമുക്ക് ഏത് ആൻറ്റിബോഡിയാണ്, ഇതിന് ആൻറ്റിബോഡിയുടെ ലെവൽ നോക്കും. ആ ഒരു അലർജിക്ക് എതിരായ ഫുഡ് ഐറ്റംസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡിയുടെ ലെവൽ നോക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ വാല്യൂ ഹൈ ആണെങ്കിൽ അത് അലർജിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു അലർജി പാനലുണ്ട്. പക്ഷേ അത് വളരെ കോസ്റ്റ്ലിയാണ്. നമ്മൾ അങ്ങനെ ഉടനെ ഒരു അലർജിയുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഒരു ടെസ്റ്റ് ഉടനെ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു അലർജി ഡയറി മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്ക് എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പോൾ കുഞ്ഞ് കളിച്ചിട്ട് വന്നു, അല്ലെങ്കിൽ പുറത്ത് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വന്നു, അന്ന് നമ്മളൊരു അലർജി ദേഹത്തൊരു റാഷ് പോലെ കണ്ടു, കുഞ്ഞിന് ശ്വാസം മുട്ടൽ പോലെ വന്നു, അസ്വസ്ഥതകൾ കണ്ടെങ്കിൽ നമുക്ക് 24 hours അവൻ ചെയ്ത കാര്യം നമുക്കൊന്ന് റീകളക്ട് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. തുടർച്ചയായിട്ട് വരുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ടും അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഒരേപോലെ തന്നെ ഒരേ പാറ്റേണിൽ തന്നെ, ഉദാഹരണത്തിന് പാല് കഴിച്ചപ്പോഴാണ് ഈ റാഷ് വന്നത്, അല്ലെങ്കിൽ ഒരു സോപ്പ് എടുത്ത് കുഞ്ഞ് കുളിച്ച ശേഷമാണ് ഈ റാഷ് വന്നത്, അല്ലെങ്കിൽ ചുമ വന്നത്. നിരന്തരമായ ഒരു നിരീക്ഷണം അതിൽ വേണം. ഡോക്ടർ, ഞാൻ ഇടപെട്ടത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് തസ്ലീനയാണ്. തസ്ലീന, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്? ഹലോ, പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം കുറച്ച് വെച്ച് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കുക. ഹലോ മേഡം. കേൾക്കുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞങ്ങള് കോഴിക്കോട് ഫറൂഖ് എന്നാണ് വിളിക്കുന്നത്. പറയൂ മേഡം. എന്റെ കൊച്ചിന് എപ്പോഴും മൂക്ക് ഇങ്ങനെ 8 വയസ്സായി. കൊച്ചിന് ഇപ്പൊ 8 വയസ്സായി. കൊച്ചിന്റെ മൂക്ക് എപ്പോഴും ഒരു അടവായിരുന്നു.
ഇങ്ങനെ ഒരു കഫൊക്കെ തിങ്ങിയ മാതിരി എപ്പോഴും മൂക്ക് ഇങ്ങനെ അടയും. അങ്ങനെ ഞങ്ങൾ ഒരു 4 വയസ്സ് 5 വയസ്സ് മുതലേ പല അത്യാവശ്യം ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു, ഗവൺമെന്റിലും പ്രൈവറ്റിലും. അപ്പൊ പറഞ്ഞു അലർജിന്റെ കംപ്ലൈന്റ് ആണെന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു കൊച്ച് അലർജി ആണെങ്കിൽ നല്ല പൊടിയിൽ കളിക്കും, നല്ല വികൃതിയാണ്, ഒരു മിനിറ്റ് എവിടെ അടങ്ങിയിരിക്കില്ല, നല്ല കളിയാണ് ഫുൾ ടൈം. അങ്ങനെ വരുമ്പോ അവന്റെ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ ഇഷ്ടം പോലെ വെയിലത്ത് പൊടിയിൽ തന്നെ കളിക്കും, എത്ര പറഞ്ഞാൽ അനുസരിക്കില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പൊടി അലർജി ആയിരിക്കും. പക്ഷെ അങ്ങനെ ആണെങ്കിൽ മേഡം എനിക്ക് ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ മൂക്കടപ്പ് വരുന്നത്. ഭയങ്കര ഒരു ഉറക്കത്തിലൊക്കെ ഒരു ശ്വാസം കിട്ടുക ചില ദിവസങ്ങളിൽ മാത്രം. അതെന്തുകൊണ്ടാന്ന് പറയാൻ പറ്റും? ഞാൻ കുഞ്ഞിന്റെ പ്രയാസം കേട്ടു. അമ്മ പറഞ്ഞ ചോദ്യത്തിൽ തന്നെ ഭയങ്കര ഒരു ശ്വാസം കിട്ടാത്തൊക്കെ മാതിരി ഇപ്പോഴും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു തല വെള്ളമൊക്കെ ഇങ്ങനെ ചില മെഴുക്കിടാൻ വയ്യ തല. ഓക്കെ, കൂർക്കം വലിയുണ്ടോ? കൂർക്കം വലി ഇല്ല. വാ തുറന്നാണോ ഉറങ്ങുന്നത്? കുഴപ്പമില്ല. വാ തുറന്നാണോ ഉറങ്ങുന്നത്? കണ്ണ് തുറന്നാണ് അവൻ കിടക്കാറ് ഇടക്ക്. ഓക്കെ, ശരി. അമ്മ പറഞ്ഞ കൂർക്കം വലി ഇല്ല. കിടക്കുമ്പോ ഇങ്ങനെ ഒരു സൈഡിലൂടെ കേല ഇങ്ങനെ ഒലിക്കും. എന്താ മേഡം? ഓക്കെ, അമ്മ പറഞ്ഞ ചോദ്യം ഞാൻ കേട്ടു. അപ്പം എനിക്ക് പറയാനുള്ളത്, കുഞ്ഞിനിപ്പം അലർജി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ എന്തിന് മാത്രം അലർജി? ഇപ്പം നമുക്ക് അമ്മ പറഞ്ഞു വീട്ടിൽ പൊടി അടിക്കുമ്പോൾ ചിലപ്പോൾ അലർജി ഉണ്ട്, ചിലപ്പോൾ അലർജി ഇല്ലയെന്ന്. അപ്പം ചില ദിവസങ്ങളിൽ അത് അടിച്ചില്ലെങ്കിലും കുഞ്ഞിന് മൂക്കടവ് രാത്രിയിലും ഉണ്ടാകുന്നു അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ ഒരു പൊടിയോട് മാത്രമായിരിക്കില്ല അലർജി ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഉണ്ടാവുക. വീട്ടിൽ നമ്മുടെ സാഹചര്യത്തിൽ പലപ്പോഴും നോക്കുക, നമ്മുടെ പൊടി എന്ന് പറയുന്നത് പുറത്ത് കളിച്ചാൽ മാത്രം വരും എന്നാണ് നമ്മൾ ധരിക്കുക. ഇൻഡോർ അലർജൻസ് ആണ്, അതായത് വീടിനകത്ത് നമ്മൾ സാഹചര്യം കൂടെ നമ്മൾ കരുതണം. കാരണം പലപ്പോഴും നമുക്ക് പുറത്ത് പോകേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ പോലും നമ്മൾ നല്ല രീതിയിൽ അസ്വസ്ഥതകൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നതിൻ്റെ കാരണം വീട്ടിലെ പൊടിയുടെ അവസ്ഥ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ബെഡ്ഷീറ്റിലുണ്ടാവും, തലയുടെ കവറിലുണ്ടാവും, ജനൽ കമ്പികളിലുണ്ടാവും, അതുപോലെ തന്നെ കുഞ്ഞ് കളിക്കുന്ന കളിപ്പാട്ടങ്ങളിലുണ്ടാവും. അതുപോലെ കുട്ടികളൊക്കെ മോനാണോ മോളാണോ എന്ന് എനിക്കറിയില്ല, പെൺകുട്ടികളാണെങ്കിൽ കുഞ്ഞുങ്ങൾ പലപ്പോഴും പാവ എടുത്ത് തുണിപ്പാവകൾ സോഫ്റ്റ് ടോയ്സ് എടുത്ത് കളിക്കും. അപ്പോൾ അതിലൊക്കെ ധാരാളം പൊടികളുണ്ടാവും. മിക്ക കുട്ടികൾക്ക്, ചില കുട്ടികളെങ്കിലും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നവരുണ്ടാവും. പിന്നെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളിൽ അമ്മയുടെ അച്ഛൻ്റെയും പെർഫ്യൂം എടുത്തടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ തന്നെ പൗഡർ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ വീട്ടിൽ തന്നെ നമുക്കുണ്ട്. അപ്പം വീട്ടിൽ ഹൗസ് ഡസ്റ്റ് മൈറ്റ്, വീട്ടിലെ അലർജനാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. തൂത്ത് തുടയ്ക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണയെങ്കിലും തുടയ്ക്കുക. പ്രത്യേകിച്ചും നമ്മളെല്ലാവരും പൊതുവെ തൂത്തിട്ട് സാധാരണ രീതിയിൽ വെറ്റ് മോപ്പിംഗ് ആണ് ചെയ്യുന്നത്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വാക്യൂം ക്ലീനിങ് ആണ്. ഇനി അല്ല, അങ്ങനെ വാക്യൂം ക്ലീനിങ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ആ സമയത്ത് മാറ്റുക, നല്ല രീതിയിൽ തുടയ്ക്കുക, ആഴ്ച 2 തവണയെങ്കിലും. അതുപോലെ തലയണ കവറുകളെല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാറ്റണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുക. പെറ്റ്സ് ഉണ്ടെങ്കിൽ, വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ അകത്തോട്ട്, നമ്മൾ കുഞ്ഞുനാളിൽ വളരുന്ന കുട്ടികളാണ്, വളർത്തു മൃഗങ്ങളുടെ ഒപ്പം വളരുകയാണെങ്കിൽ വലിയ രീതിയിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷെ അല്ലാത്ത പക്ഷം മൃഗങ്ങളെ, കൂടെയുള്ള മൃഗങ്ങളെയൊക്കെ വീട്ടിനകത്തേക്ക് കയറ്റുന്നത് കുറയ്ക്കുക. പ്രത്യേകിച്ച് പൂച്ചയൊക്കെ വീട്ടിനകത്ത് വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ പൂട പലപ്പോഴും അലർജി ഉണ്ടാക്കും. ഇതൊക്കെ തന്നെ കോമൺ ആയിട്ട് കാണുന്ന അലർജൻസ് ആണ്. പിന്നെ കുഞ്ഞിൻ്റെ സാഹചര്യത്തിൽ അമ്മ പറഞ്ഞതുപോലെ എന്താണ് അവന് അന്നത്തെ ദിവസം അവൻ ചെയ്തത് എന്ന് അമ്മ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. തുടർച്ചയായിട്ട് നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണിക്കുമ്പോൾ വളരെയധികം ഉപകാരപ്പെടും. എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഡെറ്റോൾ ഉപയോഗിച്ച് കുളിക്കുമ്പം ദേഹം തടിച്ച് വരുമായിരുന്നു. അപ്പോൾ അമ്മ അത്രയും ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് അത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റിയത്. കാരണം കുഞ്ഞിനെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന ആൾ അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മ തുടർച്ചയായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് വലിയ ടെസ്റ്റുകളിലോട്ട് പോകുന്നതിന് മുമ്പ് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. വളരെ നന്ദി തസ്ലീന വിളിച്ചതിന്. ഇപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പാലക്കാട് നിന്ന് മണികണ്ഠനാണ് വിളിക്കുന്നത്. മണികണ്ഠൻ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. കോള് നഷ്ടമായിരിക്കുകയാണ് ഡോക്ടർ. അപ്പം ഈ ടെസ്റ്റുകളെ കുറിച്ച്, എങ്ങനെ നമ്മൾ അലർജി കണ്ടുപിടിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ തുടർച്ചയായ നിരീക്ഷണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ചെയ്യാൻ കഴിയുന്ന ടെസ്റ്റുകൾ അതെങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വിട്ടുമാറാത്ത ചുമയും ശ്വാസം മുട്ട അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ ഒരു കഫം പോലെ തോന്നുന്നു എന്ന് പറഞ്ഞാണ് പേരൻസ് കുട്ടികളെ കൊണ്ടുപോയി. എല്ലാ
ആദ്യം നാം മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ ചുമയും എല്ലാ വിട്ടുമാറാത്ത ചുമയും ആസ്മ മാത്രമല്ല അല്ലെങ്കിൽ അലർജി മാത്രമല്ല. ഒരു ഡോക്ടറുടെ മുമ്പിൽ ഒരു കുഞ്ഞ് വിട്ടുമാറാത്ത ചുമ അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടൽ മാറി മാറി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വൈഡ് ആംഗിളിലാണ് ആ ഒരു പേഷ്യൻറ്റിനെ കാണുന്നത്. അതായത് മറ്റ് കാരണങ്ങൾ കൂടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ അലർജി ഇരുന്ന് സ്റ്റാമ്പ് ചെയ്യാവൂ. അല്ലാതെ അലർജിയാണ് എന്ന് കരുതി നമ്മളൊരു ഇൻഹേലർ എഴുതുന്നു, അത് മാത്രം കുഞ്ഞ് അടിക്കുന്നു, അത് ശരിയായൊരു നടപടിയല്ല. കാരണം നമ്മൾ വിട്ടുമാറാത്ത ചുമ അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചുമ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം TB വലിയൊരു ഫാക്ടറാണ്, ഇൻഫെക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് മാത്രമേ ഡോക്ടർ മറ്റ് ടെസ്റ്റുകളിലോട്ട് കടക്കുകയുള്ളൂ. സാധാരണ രീതിയിൽ നമുക്കൊരു എല്ലാവർക്കും അറിയാം ഈസ്നോഫിൽ കൗണ്ട് നമ്മൾ നോക്കും, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കും. നേരത്തെ പറഞ്ഞതുപോലെ അലർജി എന്ന് പറയുന്ന ആദ്യമേ വില കൂടിയ ടെസ്റ്റുകളിലോട്ട് പോകുന്നതിന് പകരം നിസ്സാരമായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. ഇപ്പോൾ ഒരു ശ്വാസം മുട്ടലുള്ള കുഞ്ഞാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു എക്സ്പോഷർ വന്നു, അതൊരു തവണ വന്നു, ഉടനെ തന്നെ നമുക്കൊരു ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒബ്സർവ് ചെയ്യുക, കുഞ്ഞിനെ റിപ്പീറ്റഡ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. തുടർച്ചയായി അസുഖം മാറാതെ നിൽക്കുന്നു, എല്ലാ മാസവും വന്ന് ആവി പിടിക്കുന്നു, അഡ്മിഷൻ എടുക്കേണ്ടി വരുന്നു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് ഡോക്ടർ തുടർച്ചയായി അലർജി ഡയറി എഴുതാൻ പറയും. ആ സിംറ്റത്തിൻ്റെ പ്രോഗ്രസ് അനുസരിച്ച് ഇൻഹേലർ ആവശ്യമുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം എക്സ്റേ ആവശ്യമുള്ള രോഗികൾ, ചുമ മാറാതെ നിൽക്കുന്നു, ചില കുട്ടികൾ കഫം പറഞ്ഞു വരുന്ന ചുമ 1 മാസമായി 2 മാസമായി ചുമ മാറുന്നില്ല എന്ന് പറഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ വേറെ രീതിയിലുള്ള അസുഖങ്ങളെയും ആദ്യം നോക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എക്സ്റേ ആവശ്യമുണ്ടെങ്കിൽ എക്സ്റേ എടുക്കേണ്ടി വരും. മറ്റ് ബ്ലഡ് ടെസ്റ്റുകൾ, സാധാരണ ടെസ്റ്റുകൾക്കൊപ്പം തന്നെ കംപ്ലീറ്റ് കൗണ്ട് ESR ഒക്കെ ഒന്ന് നോക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എല്ലാം വലിയ അലർജി ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. IgE എന്ന് പറയുന്ന നോർമലായിട്ട് നമ്മൾ അലർജി ലെവലിൽ എക്സ്പോഷർ ഉള്ള ആൾക്കാർക്ക് ഹൈ ആയിട്ട് വരാം. പക്ഷെ നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് എല്ലാ അലർജി ഉള്ള ആൾക്കാർക്കും IgE എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡിയുടെ ലെവൽ ഹൈ ആവണമെന്നില്ല. നോൺ IgE മീഡിയേറ്റഡ് അലർജിയും ഉണ്ട്. പല ആൾക്കാരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ അലർജി വിട്ടുമാറാത്ത ചുമയായിരിക്കും, സിംറ്റംസ് എല്ലാം അലർജിക്ക് ഫേവറബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ അലർജിയുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ IgE എന്ന് പറയുന്ന ഹൈ അല്ല എന്നുണ്ടെങ്കിൽ അത് അലർജി അല്ല എന്നല്ല. അപ്പം നോൺ IgE മീഡിയേറ്റഡ് ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, ഒരു ഡോക്ടറുടെ ക്ലിനിക്കൽ എക്സാമിനേഷന് ശേഷം മറ്റു കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ അലർജി എന്ന് പറഞ്ഞ് ഉറപ്പ് വരുത്താൻ പറ്റുകയുള്ളൂ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ചിലപ്പോൾ ഒരു ഫോറിൻ ബോഡി ആവാം തൊണ്ടയിൽ കെട്ടി. തീർച്ചയായും ഡോക്ടർ, നമുക്ക് വിശദമായി ഇതിലേക്ക് തിരികെ എത്താം. ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ലേഡീസ് ബാൻഡിൽ മടങ്ങി. മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ലേഡീസ് ബാൻഡിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കുട്ടികളിലെ ആസ്മയും അലർജിയുമാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം. നമ്മുടെ തിരുവനന്തപുരം SP മെഡിഫോർട്ട് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനായ ഡോക്ടർ വിദ്യാ വിമൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ, ഈ അലർജിയെക്കുറിച്ച് പറയുമ്പോൾ ഈ അലർജി ആസ്മയാകുന്ന ഘട്ടം, അതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന ഘട്ടമെന്ന് തോന്നുന്നു. എപ്പോഴാണ് ഈ അലർജി ആസ്മയായി മാറുന്നത്? എന്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതിനൊരു പ്രതിരോധം തീർക്കാം? ചെറിയ കുട്ടികൾക്ക് നമുക്ക് ന്യൂ ബോൺ പീരീഡ് തൊട്ട് തുടങ്ങാം. കുഞ്ഞു വാവകൾ, നമുക്കറിയാം ഒരു 3-4 മാസമൊക്കെ ഉള്ള കുട്ടികളുടെ സ്കിൻ ചിലപ്പോൾ ഡ്രൈ ആണ്, അല്ലെങ്കിൽ മുഖത്തൊരു ചുവപ്പ് കണ്ടു എന്ന് പറഞ്ഞ് അമ്മമാർ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എറ്റോപ്പി എന്ന് പറയുന്ന ഡ്രൈ സ്കിൻ അവസ്ഥയാണെന്ന് അമ്മമാരോട് പറയുകയും ഒരു മോയ്സ്ചറൈസർ മുഖത്തിടാൻ പറയുകയും ചെയ്യും. മുഖത്ത് മാത്രമല്ല, ദേഹത്ത് എല്ലായിടത്തും ഇടുന്നത് നല്ലതാണ്. അപ്പോൾ അതിനുശേഷം ഒരു 5-6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും 1 വയസ്സിനുള്ളിൽ തന്നെ ചെറിയ തോതിൽ കുഞ്ഞിനൊരു കഫക്കെട്ട് പോലെ വന്നു, അല്ലെങ്കിൽ ഒരു 1.5 വയസ്സിനുള്ളിൽ അഡ്മിഷൻ്റെ ആവശ്യം വന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് ആവി പിടിക്കേണ്ട ആവശ്യം വന്നു എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ചിലപ്പോൾ ജലദോഷമൊക്കെ വരുമ്പോൾ ആവി പിടിക്കേണ്ട ആവശ്യം വരുന്നു. ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് വിട്ടുമാറാത്ത ചുമ, ഇടയ്ക്ക് വരുമ്പോൾ നല്ല വീസിങ് വരുന്നു. 4 വയസ്സൊക്കെ കഴിയുമ്പോൾ മാറാതെ എല്ലാ മാസവും പോയി ആവി പിടിക്കുമ്പോൾ ഡോക്ടർ പറയും ഇതൊരു ആസ്മയുടെ ലക്ഷണമാണെന്ന്. അപ്പോൾ ഈ ഒരു ലക്ഷണം എന്ന് പറയുന്നത് 4 വയസ്സാകുമ്പോൾ ഏകദേശം ഡയഗ്നോസ്ഡ് ആകും കുഞ്ഞുങ്ങളിൽ ആസ്മ. പക്ഷെ 4 മാസത്തിനും 4 വയസ്സിനിടയ്ക്ക് തുടങ്ങുന്ന ആസ്മ 7 മുതൽ 10 വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങളിൽ പൂർണ്ണമായിട്ട് മാറും. ചൈൽഡ്ഹുഡ് ആസ്മ 7 മുതൽ 10 വയസ്സാകുമ്പോൾ പൂർണ്ണമായി നമുക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ബ്രോങ്കസ്, അതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 7 വയസ്സാകുമ്പോഴാണ് അഡൾട്ട് സൈസ് ആവുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ശരിക്കും നമുക്കറിയാം ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തു, കുഞ്ഞിന് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ചില കുട്ടികൾ ഇൻഹേലർ എടുക്കും, ചിലർ കുറേ കാലം ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് മാറാതിരുന്ന കുഞ്ഞുങ്ങൾ ഒരു 7 വയസ്സൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ബെറ്ററായി വരുന്നു എന്ന് പറയുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ സൈസ് അല്ലെങ്കിൽ സർക്കംഫറൻസ്, ആ ബ്രോങ്കസിൻ്റെ സൈസ് ഒരു 7 വയസ്സാകുമ്പോഴാണ് അഡൾട്ട് ലങ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എത്തുന്നത്. അപ്പോൾ ആ പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങൾ ബെറ്ററാകും. ഇനി രണ്ടാമതൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട്, 10 വയസ്സ് വരെ വേറെ പ്രശ്നമൊന്നുമില്ല. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, നമുക്ക് അതിലേക്ക് വിശദമായി എത്താം. ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുജിത്താണ് പുന്നപ്രയിൽ നിന്ന് വിളിക്കുന്നത്. സുജിത്ത്, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ.
ഹലോ കേൾക്കുന്നുണ്ട്. ഹലോ മാഡം. നമസ്കാരം, പറഞ്ഞോളൂ. മാഡം എനിക്ക് കുഞ്ഞിക്ക് ഇടക്കിടക്ക് ഭയങ്കര തുമ്മലുണ്ട്. മാഡം ഒരു കാര്യം പറഞ്ഞായിരുന്നു അതിനകത്ത് പൂച്ചകൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിന് പകരുമെന്ന്. കേൾക്കുന്നുണ്ട് സാറേ. ഇതിനകത്ത് വീട്ടിലെ നമ്മൾ പട്ടിനെ മേടിച്ചു. കുഞ്ഞ് പട്ടിയായിട്ട് എപ്പോഴും കളിയാണ്. അപ്പന് എപ്പോഴും തുമ്മലാണ്. അത് പിന്നെ വേറൊന്നുമില്ല, അതിനു മുന്നേ എന്റെ വൈഫിന് നേരത്തെ തന്നെ ഇതുമുണ്ട്, തുമ്മലുണ്ട്. അത് ഇതിന്റെ ഈ പട്ടിയുടെ ഇതിൽ വരുമോ നോക്ക്? കുഞ്ഞിന് എത്ര പ്രായമുണ്ട്? കുഞ്ഞിനിപ്പോ 4.5 വയസ്സായി. 4.5 വയസ്സ്. പട്ടിയും പൂച്ച നേരത്തെ ഉണ്ട്. പട്ടി എപ്പോഴാ വാങ്ങിച്ചേ? പട്ടിക്ക് 1 വയസ്സാകാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ശരി. അതൊരു ഫാക്ടറാണ്. കാരണം ഇപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഏർലി എക്സ്പോഷർ ഓഫ് അലർജൻസ്, അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുമായിട്ട് നേരത്തെ കോണ്ടാക്ട് വരുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവന് 4 വയസ്സ്, അപ്പോൾ ഒരു 3 വയസ്സായപ്പോഴായിരിക്കും വാങ്ങിച്ചത് അല്ലേ? അപ്പോൾ ആ സമയത്ത് വാങ്ങിച്ചതിന് ഒരു ചെറിയ ഒരു ഫാക്ടർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുമായിട്ട് കോണ്ടാക്ട് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് വരുമ്പോൾ അസുഖം വന്നാൽ മാറാൻ സമയമെടുക്കും. അപ്പോൾ കുഞ്ഞുമായിട്ട് കളിക്കുന്നതൊന്ന് കുറയ്ക്കുന്നുണ്ട്, നേരെയുള്ള എക്സ്പോഷർ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ വാങ്ങിക്കുന്നത് ചെറിയ കുഞ്ഞുമാവയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നേരത്തെ 1.5 വയസ്സിന് മുമ്പേ പട്ടിയുമായിട്ടൊക്കെയുള്ള എക്സ്പോഷർ നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം അത്രയും നേരത്തെ കുഞ്ഞുങ്ങൾ കളിച്ച് വളരുമ്പോൾ ഇത്രത്തോളം പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മോൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞുമായിട്ട് കളിക്കുന്നത് കുറയ്ക്കാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ അകത്ത് കയറ്റാതിരിക്കുക. പട്ടിയൊക്കെ ബെഡ്റൂമിൽ കയറുന്നത്, സോഫയിൽ കയറുന്നത്, ഫർണിച്ചറിൻ്റെ പുറത്ത് കയറുന്നത്. കാരണം ഇതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പൂട ഭയങ്കര സ്റ്റിക്കിയാണ്. നമ്മൾ തുടച്ചാലും തൂത്താലും ഒക്കെ അത് അവിടെ തന്നെ ചിലപ്പോൾ മാറി നമ്മൾ കാണുന്നില്ല, പക്ഷെ അത് സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ അവിടെ മാറാൻ നിൽക്കുമ്പോൾ ആ എക്സ്പോഷർ അവിടെ തന്നെ നിൽക്കുകയും കുഞ്ഞിന് ആ സിംറ്റംസ് മാറാൻ സമയം എടുക്കുകയും ചെയ്യും. ശരി, വളരെ നന്ദി സുജിത വിളിച്ചതിന്. എന്തായാലും ഡോക്ടർ, നമ്മൾ ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട്, അവരുടെ രോഗം ഭേദമാകുന്നത്, അതായത് ഈ അലർജിയിൽ നിന്ന് ആസ്മയിലേക്ക് പോകുന്നത് എങ്ങനെ തടയാം, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതെ. നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു 4 മാസം തൊട്ട് 4 വയസ്സ് വരെ വരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 10 മുതൽ 15 വയസ്സ് വരെ ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ. ഒരു 10 വർഷം വരെ വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയമാകുമ്പോൾ ചെറിയ രീതിയിൽ കഫക്കെട്ട് വരുന്നു, പിന്നെ വീസിങ് ഉണ്ടാകുന്നു. അങ്ങനെ കാണുന്ന കുട്ടികൾക്ക് ഒരു 25-30 വയസ്സൊക്കെ ആകുമ്പോൾ ഈ സിംറ്റംസ് ബെറ്ററായി വരും. അത് നമുക്കറിയാമല്ലോ. പലപ്പോഴും മുതിർന്ന ആൾക്കാരാണെങ്കിൽ പറയും ജോലി കിട്ടിപ്പോയ ശേഷം പിന്നെ ആ സിംറ്റം ഉണ്ടായിരുന്നില്ല, ആ സ്ഥലം മാറിയ ശേഷം മാറി എന്നൊക്കെ പറയാറുണ്ട്. സ്ത്രീകളാണെങ്കിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞാൽ മാറി എന്നൊക്കെ. പക്ഷേ ആ ഏജ് ഗ്രൂപ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. 25 to 30 ഇയേഴ്സ് ആകുമ്പോഴായിരിക്കും ആ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കുട്ടികളുടെ അസുഖം മാറുന്നത്. പക്ഷെ 30 വയസ്സിന് മുകളിൽ വരുന്ന ആസ്മ എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് മാറാൻ. ലേറ്റ് ഓൺസെറ്റ് ആയിട്ട് വരുന്നത് ഭാവിയിൽ അത് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികൾ ഭയപ്പെടേണ്ട. ശരി ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, വടകരയിൽ നിന്ന് ബാലനാണ്. ബാലൻ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മകളെ കുട്ടിക്ക് അവന് ഒരു 2 കൊല്ലവും 9 മാസവുമായി. അവന്റെ ഈ മൂക്കിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ കൈയിന്റെ വിരലിടും. എന്തോ ചൊറിച്ചൽ പോലെ തോന്നിയിട്ട് അവന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് നമ്മൾക്ക് എന്ന് പറഞ്ഞാല് ഡോക്ടർക്ക് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഒരു ചെറിയ പിന്നെ മുളയുണ്ടോ എന്ന് സംശയമുണ്ട്. അത് പിന്നെ വീണ്ടും ഒന്ന് കാണിച്ചിട്ടില്ല ഞങ്ങള്. ഹലോ, കേൾക്കുന്നുണ്ട് സാർ, മനസ്സിലായി. ഇങ്ങനെ ചെറിയ മുളയുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ കാണിച്ചിട്ടില്ല. പിന്നെ ഇടക്കിടക്ക് തന്നെ ഇങ്ങനെ മൂക്കിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. അത് വല്ല ചെടികളിൽ നിന്നും വരുന്നതാണോ? ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ഇങ്ങനെയാണോ തൂക്കുന്നത്? അത് ഇടക്ക് അവന്റെ കൈ വെച്ചിട്ട് ഇങ്ങനെ തുടക്കും. അത് മിക്കവാറും ഒരു അലർജിക് ഇഷ്യൂ ആയിരിക്കും സാർ. കൂർക്കം വലിയുണ്ടോ? അങ്ങനെയാണ് തൂക്കുന്നത്. മനസ്സിലായി. കൂർക്കം വലിയോ വാ തുറന്ന് ഉറങ്ങുകയോ ചെയ്യാറുണ്ടോ രാത്രിയില്? ദയവായി ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കണം, എന്നാലേ നമുക്ക് ഡോക്ടറോട് കൃത്യമായി സംവദിക്കാൻ സാധിക്കുകയുള്ളൂ. ബാലൻ, തുടർന്നോളൂ. ടിവിയുടെ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെക്കുക. ഈ മഹാഗണി അങ്ങനെയുള്ള ആ ചെടികളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടോ? പൂക്കുന്ന മരങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആ മരങ്ങൾ, ഇപ്പൊ പോളൻ, നമ്മുടെ നാട്ടിൽ പോളൻ കലണ്ടർ ഇല്ല. പുറം രാജ്യങ്ങളിലെല്ലാം പോളൻ കലണ്ടർ ഉണ്ട്. അതായത് ഇത്ര സമയത്ത് ആ പൂമ്പൊഴി
പരാഗണം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അവർക്ക് അസ്വസ്ഥതകൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പുറം രാജ്യങ്ങളിലൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് നമുക്ക് ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പൂക്കുന്ന മരങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് വീട്ടിൽ പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക്, അത് സാറ് പറഞ്ഞത് അലർജിക് റൈനൈറ്റിസ്, മൂക്കിൽ നമുക്ക് ശ്വാസം മുട്ടൽ, ആസ്മ മാത്രമല്ല മൂക്കിൽ തുമ്മൽ, മൂക്കടപ്പ് എന്ന് വരുന്ന സിംറ്റംസിനെ പറയുന്ന അലർജിക് റൈനൈറ്റിസ് ആണ്. അങ്ങനെയുള്ള കുട്ടികൾ കാണിക്കുന്ന അല്ലെങ്കിൽ മുതിർന്നവർ കാണിക്കുന്നതാണ് ഞാൻ ഈ കാണിച്ചത്. അപ്പോൾ അത് ഉള്ളെങ്കിൽ അലർജി ആയിരിക്കും. അത് ദശയാവണം എന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഉള്ള കുട്ടികൾ ചിലപ്പം അഡിനോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥിക്ക് വീക്കമുണ്ടെങ്കിൽ വാ തുറന്ന് ഉറങ്ങാനും അതുപോലെ കൂർക്കം വലി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അലർജി മാത്രമേ ഉള്ളൂ. അപ്പോൾ അലർജി മാത്രമേ ഉള്ളെങ്കിൽ തുടർച്ചയായി നിൽക്കുകയാണെങ്കിൽ മാത്രം നേസൽ സ്പ്രേ 2 വയസ്സിന് മുകളിലായതുകൊണ്ട് നമുക്ക് അടിക്കാവുന്നതാണ്. ശരി, വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. വേണുകുമാറാണ് ശങ്കരമംഗലത്ത് നിന്ന്. വേണുകുമാർ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്റെ മോക്ക് 6 വയസ്സുണ്ട്. കേൾക്കാവോ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. 6 വയസ്സുണ്ട്. അപ്പൊ മോക്കാണ് ബീഫ് കഴിക്കുമ്പോഴാണ് ഈ ദേഹത്ത് മൊത്തം തടിച്ച് പൊങ്ങുക ലക്ഷണമുണ്ട്. അത് ഈ അലർജിയുടെ ലക്ഷണമായിട്ടാണോ? തീർച്ചയായിട്ടും ബീഫ് കഴിക്കുമ്പോഴല്ലേ വരുന്നേ? അത് തന്നെ. കഴിക്കുമ്പോൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അലർജി ചിക്കൻ കഴിക്കുമ്പോൾ പ്രശ്നമില്ല, ബീഫ് മാത്രം കഴിക്കുമ്പോൾ ഈ പ്രശ്നമുള്ളൂ. ഓക്കെ, ബീഫ് മാത്രം കഴിക്കുമ്പോൾ അല്ലേ? ആ അതെ. അപ്പൊ അത് അലർജി തന്നെയാണ് സർ, ഉറപ്പായിട്ടും. ശരി ശരി, വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഈ ബീഫ് കഴിക്കുമ്പോൾ ഉള്ള അലർജി അത് പലർക്കും ഉള്ളതാണ്. ഈ പേരൻസിന് ഈ ഫുഡ് അലർജി ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കും വരാനുള്ള സാധ്യതയുണ്ടോ? പേരൻസിന് ഫുഡ് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് ആ റിസ്ക് ഫാക്ടർ ഉണ്ട്. പക്ഷെ അതേ ഫുഡ് അലർജി തന്നെ കുട്ടികൾക്ക് വരണം എന്നില്ല. ഇപ്പൊ അമ്മയ്ക്ക് ബീഫ് അലർജി ഉണ്ട്, എനിക്ക് പല പേരൻസിനെ അറിയാം. കാരണം വീടുകളിൽ ഒരു വീട്ടിൽ തന്നെ പല ഫുഡ് ഐറ്റംസിൽ അലർജി ഉള്ളവരുണ്ടാവും. അപ്പോൾ അതെല്ലാം കുട്ടിക്ക് വരണം എന്നില്ല. പക്ഷെ ആ കുട്ടിക്കും ആ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ആ കുട്ടിക്കും എന്തെങ്കിലും ഒരു ഭക്ഷണത്തിനോട്, ഈ പറഞ്ഞ ഭക്ഷണങ്ങളോട് ഏതെങ്കിലും ഒന്ന് അലർജി വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കട്ടിയാഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്നത് ഏർലി എക്സ്പോഷർ ഓഫ് ദ അലർജൻസ് ആണ് കുറച്ചും കൂടെ അലർജി കുറയ്ക്കുന്നതെന്നാണ്. കാരണം നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് 1 വയസ്സ് കഴിഞ്ഞ് പശുവും പാല് കൊടുക്കാം, അല്ലെങ്കിൽ മുട്ട കൊടുക്കാം, മീൻ കൊടുക്കാം എന്നാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത്. ഏർലി എക്സ്പോഷർ വരുന്നത് അലർജി വളരെ ചെറുപ്പത്തിലെ നമ്മൾ ഈ ഫുഡുകളെല്ലാം കുറേശ്ശെ കൊടുത്ത് നോക്കുക, അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഇപ്പോൾ സപ്പോസ് കുഞ്ഞിന് പാല് കൊടുത്താൽ ഉടനെ തന്നെ അലർജി വരുന്ന കുട്ടികളിൽ 3 വയസ്സൊക്കെ ആകുമ്പോൾ അലർജി കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം അലർജി എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. വളരെ ഗുരുതരമായ അലർജി, അതായത് പാലകത്ത് ചെന്നാൽ ഉടനെ തന്നെ ശ്വാസം മുട്ടുന്നു, ജീവൻ അപകടം പറ്റുന്ന രീതിയിൽ നമ്മൾ ചോക്കിംഗ് സൈൻ എന്ന് പറയും, അതുപോലെ വരുന്നു, സാച്ചുറേഷൻ കുറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ ജീവൻ, അല്ലെങ്കിൽ അഡൾട്ടിൻ്റെ ആണെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അതാണ് നമ്മളറിയാം പെട്ടെന്ന് ഭക്ഷണത്തിനോടുള്ള അലർജി വന്ന് ആളുകൾ മരിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അലർജിയാണ് സിവിയർ അനാഫൈലാക്സിസ് എന്ന് പറയുന്ന അവസ്ഥ. പക്ഷേ അതിന് നമ്മൾ അഡ്രിനാലിൻ തന്നെ കൊടുക്കേണ്ടത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അല്ലാത്ത അലർജികൾ എന്നൊക്കെ ഇപ്പം നേരത്തെ പറഞ്ഞാൽ ബീഫ് കഴിച്ചു ചുണ്ട് തടിച്ച് വന്നു, അല്ലെങ്കിൽ മുഖത്ത് ദറാഷ് പോലെ വന്നു, അത് വരുന്നു പോകുന്നു. അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളുമായിട്ട് എക്സ്പോഷർ വരുമ്പോൾ തടിച്ചു വരും. അതെല്ലാം അത്ര സിവിയർ അല്ല. നമുക്കൊരു ചിലപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 24 to 48 ഹവേഴ്സിനുള്ളിൽ തന്നെ 24 ഹവേഴ്സിനുള്ളിൽ തന്നെ 1 to 6 ഹവേഴ്സിനുള്ളിൽ തന്നെ മേജർ സിംറ്റംസ് എല്ലാം കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും വരും. അപ്പോൾ അതൊന്നും അത്ര സീരിയസ് അല്ല. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, എന്ത് ഭക്ഷണം കഴിച്ചപ്പോഴാണ്, എന്ത് വന്നപ്പോഴാണ് അങ്ങനെ വന്നതെന്ന്. നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അച്ഛൻ അലർജി ഉണ്ടെങ്കിൽ അതേ ഫുഡ് ഐറ്റംസ് തന്നെ കുഞ്ഞിന് വരണം എന്ന്. പക്ഷെ നമുക്ക് ആ റിസ്ക് ഫാക്ടർ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. കാരണം ചിക്കൻ അലർജി ഉണ്ടെങ്കിൽ കുഞ്ഞിനും സാധ്യതയുണ്ട്, അത് തന്നെ വരണം എന്നില്ല. അതുകൊണ്ട് കുഞ്ഞിന് ആ ചിക്കനേ കൊടുക്കരുത്, അങ്ങനെയില്ല. നമ്മൾ സാവകാശം കുറച്ച് അളവ് കൊടുത്തു നോക്കുക, കുഴപ്പമില്ലെങ്കിൽ മാത്രം അടുത്ത അളവ് കൂട്ടുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രം ഭക്ഷണം കൂട്ടി കൊടുക്കുക. ഈ ഫുഡ് അലർജി ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും മറ്റ് പൊടി അലർജികളാണെന്നുണ്ടെങ്കിലും ട്രീറ്റ്മെന്റ് വ്യത്യസ്തമായിരിക്കുമോ? ഈ ഇൻഹേലറിന്റെ ഉപയോഗത്തെക്കുറിച്ച് കൂടി ഒന്ന് ഡോക്ടർ വിശദീകരിക്കാം. ഇപ്പം നമുക്ക് ഇൻഹേലർ എന്ന് പറയുന്നത്, ഇപ്പം അലർജി എന്ന് പറയുന്നത് ഒരു റിസ്ക് ഫാക്ടർ വരുന്ന രോഗികൾക്ക് ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ സിംറ്റംസ് ആയിട്ട് പല ലക്ഷണങ്ങൾ വരും. അപ്പോൾ ആസ്മ വരുന്ന അല്ലെങ്കിൽ സിംറ്റംസ് നിൽക്കുന്ന രോഗികൾക്ക് നമ്മൾ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യും. ഇൻഹേലർ ഏറ്റവും സേഫസ്റ്റ് ആയ മൊഡാലിറ്റിയാണ് ട്രീറ്റ്മെൻറ്റിന്. കാരണം നമ്മൾ ഏത് മരുന്ന് കഴിച്ചാലും നമ്മുടെ രക്തത്തിൽ കലരാനും അത് ശ്വാസകോശത്തിലല്ലാതെ ബ്ലഡിൽ കലർന്ന് പല അവയവങ്ങളിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇൻഹേലർ എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾ ഇൻഹേലർ എടുക്കാമോ? തീർച്ചയായിട്ടും എടുക്കാം. ഏറ്റവും സുരക്ഷിതമായ മാർഗ്ഗം ഇൻഹേലറാണ്. നേരത്തെ പറഞ്ഞതുപോലെ 4 വയസ്സിനുള്ളിൽ വരുന്ന അസുഖം 7 മുതൽ 10 വയസ്സാകുമ്പോൾ മാറും. അപ്പം മൾട്ടിപ്പിൾ ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യമില്ല. ഇൻഹേലർ എടുക്കുമ്പോൾ കുഞ്ഞിന് ജീവൻ അപകടം പറ്റുന്ന സാധ്യതയില്ല. കാരണം വളരെ കുറച്ച് മരുന്ന് വളരെ കുറഞ്ഞ നേരം കൊണ്ട് തന്നെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലോട്ട് എത്തുകയാണ്. കൃത്യമായ അളവിലുള്ള
മരുന്ന് ശ്വാസകോശത്തിന് ഉള്ളിലെത്തുന്നു, മറിച്ച് ബ്ലഡിൽ കലരുന്നില്ല. അപ്പോൾ സൈഡ് ഇഫക്റ്റ് ഏറ്റവും കുറവ് ഇൻഹേലറിനാണ്. പക്ഷെ നമ്മൾ ധരിക്കുന്നത് തിരിച്ചാണെന്ന് മാത്രം. അതെ, സ്ഥിരമായി ഇൻഹേലർ ഉപയോഗിക്കുന്നത് കേടാണ് എന്നുള്ള തരത്തിലുള്ള മിഥ്യാധാരണകൾ ഒരുപാട് ആളുകൾക്കിടയിലുണ്ട്. എന്തായാലും അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഡോക്ടർ നൽകിയത്. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്, ജോയി ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടറെ, എന്റെ പയ്യന് വേണ്ടിയാണ്. കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്. നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം. ഡോക്ടറെ, എന്റെ പയ്യന് വേണ്ടിയാ. അപ്പൊ അവന് എപ്പോഴും ഈ അലർജി ഉണ്ട്, തുമ്മലും അലർജിയൊക്കെ ഉള്ളതാ. ഇപ്പൊ അവന് 20 വയസ്സായി. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അത് ഇപ്പോഴും അവന് ഈ മൂക്ക് ചൊറിയുന്നതും ഇങ്ങനെ തുമ്മുന്നതുണ്ട്. രാത്രി കിടക്കുമ്പോ ഇങ്ങനെയൊക്കെ കുറുമ്പുന്ന പോലെയൊക്കെ ഉണ്ട്. എപ്പോഴും തുമ്മിക്കുക. ഈ അലർജിയുടെ ആണോ ഡോക്ടർ അങ്ങനെ വരുന്നത്? സാർ, ഇൻഹേലറോ നേസൽ സ്പ്രേയോ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഒന്നും എടുക്കുന്നില്ല, ഒരു ഗുളിക പോലും കഴിക്കുന്നില്ല. അത് എടുക്കുന്നതാണ് മോന് നല്ലത്. കാരണം നമ്മൾ ദീർഘകാലം സിട്രസിൻ മരുന്ന് കഴിക്കുന്നതിനേക്കാളും ഏറ്റവും സുരക്ഷിതമായി നമുക്കൊരു നേസൽ സ്പ്രേ കൊണ്ട് അസുഖം കൺട്രോൾ ചെയ്ത് നമുക്ക് നോർമൽ ജീവിതം ജീവിക്കാവുന്നതാണ്. വളരെ കുറച്ച് കാലം അത് നേസൽ സ്പ്രേ അടിക്കുമ്പോൾ തന്നെ സിംറ്റമാറ്റിക്കലി ബെറ്റർ ആവും. അപ്പോൾ മോന് ഡോക്ടറെ കണ്ടിട്ട് മൂക്കിലടിക്കുന്ന സ്പ്രേയെ പറ്റി ചോദിക്കുക. അത് ഏറ്റവും സേഫാണ്, നമുക്ക് എവിടെയും കൊണ്ടുപോകാം, ഏത് സമയത്തും നമുക്കത് ഉപയോഗിക്കാവുന്നതുമാണ്. ശരി, വ്യക്തമായി എന്ന് കരുതുന്നു. വളരെ നന്ദി വിളിച്ചതിന്. ഡോക്ടർ, ഈ അലർജി മൂലം കുട്ടികൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അലർജി എന്ന് പറയുന്നത് നമുക്കൊരു വലിയ റിസ്ക് ഫാക്ടറാണ്. അതിൽ നിന്ന് തുടർച്ചയായിട്ട് ഒരു കോംപ്ലിക്കേറ്റ് അലർജി വന്നു, അത് പ്രോഗ്രസ് ചെയ്തു, കുറച്ച് കാലം കഴിയുമ്പോൾ ആസ്മയായി മാറുന്നു. അലർജി തന്നെ നേരത്തെ പറഞ്ഞ ഇപ്പോൾ സാറിൻ്റെ മോൻ്റെ കാര്യത്തിൽ തന്നെ 20 വയസ്സായി. അപ്പം ഇതുപോലെ അലർജി ദീർഘകാലം നിൽക്കുമ്പോൾ അലർജി വന്നിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻ, സൈനസൈറ്റിസ്, അങ്ങനെ മാറി 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 ഹോസ്പിറ്റലൈസേഷൻ, വിട്ടുമാറാതെ തുമ്മൽ, അസ്വസ്ഥതകൾ, അപ്പോൾ ഇതെല്ലാം മാറി മാറി നിൽക്കാം. അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ നേരത്തെ പറയുന്നത് ഒരു ചെറിയൊരു പാനലിൽ നിന്ന് മാറി മാറിയാണ് പോകുന്നത്. അത് ചെറിയ കുട്ടികൾക്ക് ഭക്ഷണത്തിന് അലർജി വന്നാൽ കുഞ്ഞിന് വിളർച്ച സംഭവിക്കാനും വെയിറ്റ് കുറയാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഒരു ചാനലിൽ കൂടെ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെയിനാണ്. അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കണ്ടു. ഉദാഹരണത്തിന് തൊലിപ്പുറത്തുള്ള അലർജി, ഡ്രൈ സ്കിൻ എന്ന് പറയാം. സ്കിന്ന് നന്നാവുന്നത് പോലും നമ്മുടെ ആസ്മ അല്ലെങ്കിൽ റെസ്പിറേറ്ററി അസുഖങ്ങളിൽ, അതായത് ആസ്മയുടെ കൺട്രോളിന് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. അതായത് സ്കിന്ന് നന്നാവുന്നത് പോലും, നമ്മുടെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ബെറ്റർ കൺട്രോളിൽ ഇരിക്കുന്നത് തന്നെ നമ്മുടെ അലർജിയെ കൺട്രോൾ ചെയ്യുന്ന പല പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പം സ്കിന്നിൻ്റെ അല്ലേ നമ്മൾ മരുന്ന് എടുക്കേണ്ട ആവശ്യമില്ല, മോയ്സ്ചറൈസർ 1 വയസ്സ് വരെ എടുത്തു ഇനി വേണ്ട എന്ന് ധരിക്കരുത്. സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അലർജി ഏതായാലും നമ്മളത് നിയന്ത്രിച്ച് നിർത്തിയാൽ തന്നെ നമുക്ക് ഈ ചെയിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അലർജി നിയന്ത്രിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പ്രായം കഴിയുമ്പോൾ കുഞ്ഞിന് ആ അസുഖം മാറി പൂർണ്ണമായി ആരോഗ്യവാനായി മാറും. തീർച്ചയായും. ഡോക്ടർ, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളോടുള്ള ഒരു എക്സ്പോഷർ അത് വളരെ ചെറുപ്പത്തിലേ നൽകുന്നത് നല്ലതാണെന്ന് പറഞ്ഞത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ഈ പൊടിയിലും ചേറിലും ചെളിയിലും ഒക്കെ ഇപ്പോൾ അധികം നമ്മുടെ കുട്ടികൾ ആരും കളിക്കാറോ പുറത്തേക്ക് ഇറങ്ങാറോ ഒന്നും ഇല്ല. ഒരു പക്ഷേ അത്തരത്തിൽ പ്രകൃതിയുമായും നമ്മുടെ ചുറ്റുപാടുമൊക്കെയായി ഒരു കോണ്ടാക്റ്റ് എപ്പോഴും വളരെ ചെറുപ്പത്തിലെ നിലനിർത്തുകയാണെങ്കിൽ ഇത്തരത്തിൽ അലർജി ഒരു വലിയ ഗുരുതര പ്രശ്നമായി മാറുന്നത് നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്നാണോ? അലർജി കൺട്രോൾ ചെയ്യുന്നതിൽ നമ്മളുടെ പങ്കെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞല്ലോ, അലർജൻസിനെ കൺട്രോൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ കുഞ്ഞിന് തണുപ്പ് അലർജിയാണ്, നമ്മൾ ഒരിക്കലും തണുപ്പടിക്കേണ്ട, കുഞ്ഞിന് തണുപ്പുള്ള സാഹചര്യമേ ഒഴിവാക്കുന്നു. അപ്പോൾ അങ്ങനെ ആസ്മയുണ്ട് ആ കുട്ടിക്ക്, അപ്പോൾ അതിന് സ്വിമ്മിങ് പോലും പഠിക്കേണ്ട, അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ നിയന്ത്രിച്ച് ഇൻഹേലർ ഉപയോഗിച്ച് നല്ലൊരു സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ സ്കേറ്റിങ്ങോ ഒരു എക്സസൈസ് പഠിക്കുന്നതനുസരിച്ച് കുഞ്ഞിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും, ലങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യും, കുഞ്ഞ് ആ അസുഖത്തിൽ നിന്ന് ഔട്ട്ഗ്രോ ചെയ്ത് ബെറ്ററായി വരും. പക്ഷേ പലപ്പോഴും കണ്ടുവരുന്നത് അവന് തണുപ്പടിക്കാൻ പറ്റില്ല, ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട്, പുറത്ത് വിടത്തില്ല, കളിപ്പിക്കത്തില്ല. അപ്പോൾ ഒരു ഇൻഹേലർ എടുക്കുന്ന കുട്ടി കളിക്കരുതെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അവർ നോർമലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ കുഞ്ഞിന് പറ്റും. പക്ഷെ നമ്മൾ സ്കൂളിൽ എത്ര പേരൻസ് കൊടുത്തു വിടുന്നുണ്ട്, കുഞ്ഞുങ്ങളെ അധികം കളിക്കാൻ അനുവദിക്കുന്നുണ്ട്. ചിലർ അമിതമായ റെസ്ട്രിക്ഷൻ വയ്ക്കുമ്പോൾ അവന് മാനസികമായ പ്രയാസങ്ങൾ വരും. അങ്ങനെ ചെയ്യാതിരിക്കുക, കുട്ടികളെ എക്സ്പോഷർ കൊടുക്കുക. പതുക്കെ കുഞ്ഞ് ഒരു പ്രായം കഴിയുമ്പോൾ അത് ഔട്ട്ഗ്രോ ചെയ്ത് ബെറ്ററായി വരും. അപ്പം നമ്മളൊരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു ഗെയിം പഠിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. തീർച്ചയായും, വളരെ വ്യക്തമാണ് ഡോക്ടർ. എന്തായാലും കുട്ടികളിലെ അലർജിയും ആസ്മയുമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം സംശയങ്ങൾക്ക് മറുപടിയുമായി ചേർന്നത് തിരുവനന്തപുരം SP മെഡിഫോർട്ട് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യനായ ഡോക്ടർ വിദ്യ വിമലാണ്. വളരെ നന്ദി ഡോക്ടർ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ലേഡീസ് ബാൻഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.